നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷവർമയും ഷവായയും കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. കൊച്ചിയിലെ ഹോട്ടൽ അടപ്പിച്ചു. ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രവിപുരത്തെ റിയൽ അറേബ്യ ഹോട്ടൽ കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. ഈ മാസം 16-നാണ് ഇവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. അങ്കമാലിയിൽ ജോലി ചെയ്യുന്ന ഇവർ കമ്പനി ആവശ്യത്തിനായാണ് കൊച്ചിയിലെത്തിയത്. കായലോട് യുവതിയുടെ ആത്മഹത്യ, പ്രതികൾ വിദേശത്തേക്ക് കടന്നു. കണ്ണൂർ കായലോട് പരസ്യ വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായ 2 SDPI പ്രവർത്തകർ വിദേശത്തേക്ക് കടന്നു. ആൺസുഹൃത്തിനെ മർദ്ദിച്ച കേസിലെ പ്രതികളായ സുനീർ, സക്കറിയ എന്നിവരാണ് വിദേശത്തേക്ക് മുങ്ങിയത്. പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ മയ്യിൽ സ്വദേശിയായ യുവാവിനോടൊപ്പമാണ് റസീനയെ കണ്ടത്. പ്രതികളെത്തി ഇരുവരെയും ചോദ്യം ചെയ്തു. കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നാണ് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം. ശക്തമായ കാറ്റിൽ സ്കൂളിന് മുകളിലേക്ക് തെങ്ങ് വീണു. 2 ക്ലാസുകൾ പൂർണ്ണമായി തകർന്നു. തിരുവമ്പാടി പൊന്നങ്കായം SNAUP സ്കൂളിലെ 2 ക്ലാസ് മുറികൾക്ക് മുകളിലാണ് തെങ്ങ് വീണത്. 2 ക്ലാസ് മുറികളുടെ മേൽക്കൂര തകർന്നു. രാവിലെ 8:30യോടുകൂടിയായിരുന്നു സംഭവം. കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് മുമ്പായിരുന്നു വൻ ദുരന്തം ഒഴിവായത്. UKG, LKG ക്ലാസ് മുറികൾക്ക് മുകളിലേക്കാണ് തെങ്ങ് വീണത്. അയൽക്കാരന്റെ വീട്ടിലെ തെങ്ങാണിത്. സുരക്ഷ മുൻനിർത്തി തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ മുറിച്ചു മാറ്റാൻ സ്ഥലയുടമ തയ്യാറായിരുന്നില്ല. എറണാകുളം ഇടക്കൊച്ചിയിലെ യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പെൺസുഹൃത്തും ഭർത്താവും കസ്റ്റഡിയിൽ. പെൺസുഹൃത്തിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയത്. സംഭവത്തിൽ പെൺസുഹൃത്തിന്റെ ഭർത്താവ് ഷിഹാസ്, ഭാര്യ ഷഹനാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് പെരുമ്പടപ്പ് സ്വദേശി ആഷിഖിനെ വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഹനത്തിൽ ഒരു യുവതിയും ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു. സംഭവത്തിൽ പള്ളുരുത്തി പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.